ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ടിന സനീഷ്. ഗായ്സ്, ഞങ്ങൾ യാത്ര പോകാനുള്ള ഒരുക്കമൊക്കെ കഴിഞ്ഞു. താമസിച്ചു പോയി കേട്ടോ. കുറച്ച് നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാണ്. 5:30 ആകുമ്പോൾ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിപ്പോയി. എണീറ്റപ്പോൾ 6:30 ആയി. ഞങ്ങൾ വണ്ടിയൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. ട്രെയിൻ 7:30 ഉള്ളത്. പിന്നെ ട്രെയിനിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബസ്സാണ് ഓപ്ഷൻ. അപ്പോൾ ഞങ്ങളുടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്നലെ തന്നെ പാക്കിങ് എന്ന് പറഞ്ഞാൽ എന്തായാലും 3 പേരുടെ സാധനങ്ങളില്ലേ, അതുകൊണ്ട് ഒരു പെട്ടിയുണ്ട്. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പല്ലേ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. നിങ്ങളിപ്പോൾ ഒരു വേഗം നോക്കി പാല് കഴിഞ്ഞാലേ ഇറങ്ങാം. ക്യാഷ് കൊണ്ടിട്ടുള്ളൂ. പിന്നെ കൊണ്ടേ പോകുള്ളൂ. വേറെ കുറിച്ചാൽ മതി. അൻസുമോൾ യാത്ര പോകുന്ന ഒരു ത്രില്ലിലാണ് കേട്ടോ. കുറേ നാളായില്ല ഔട്ടിങ്ങിനൊക്കെ പോയിട്ട്. ഉണ്ടാവൂല അല്ലേ? പെട്ടെന്നുള്ളത് യാത്ര. ഗായ്സ്, ഞങ്ങൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്. ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. ടിക്കറ്റ് ട്രെയിനും ഉണ്ടെങ്കിൽ ട്രെയിനിൽ പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോയിരിക്കുന്നു. ടിക്കറ്റ് എടുക്കുന്ന സമയം കുറച്ച് സമയം പോയി. ഗൂഗിൾ പേയേ ഉള്ളൂ, ക്യാഷ് എടുക്കത്തില്ല. ഞാൻ ക്യാഷ് ഫുള്ള് വിത്ഡ്രോ ചെയ്തായിരുന്നു. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. 9 മണിക്കാണ് ട്രെയിന്. അതിന് മുമ്പ് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡ് ഓർഡർ ചെയ്തത് ഇച്ചാനൊരു മസാല ദോശയും ഞാനൊരു 3 ഉഴുന്ന് വടയും 2 ചായയും ഓർഡർ ചെയ്തു. ഞങ്ങൾ സാവധാനം അവിടെ ഇരുന്ന് കഴിച്ചു. 8:30 ആയതേ ഉള്ളൂ. 9 മണിക്കാണ് ട്രെയിന്. അൻസുകുട്ടിയെ കഴിപ്പിച്ച് വലുതായിട്ടൊന്നും കഴിച്ചില്ല. അവൾക്ക് ജ്യൂസൊക്കെ ഞങ്ങൾ മേടിക്കാൻ. അവൾ പുറത്തിറങ്ങി അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെ എങ്ങനെയൊക്കെ കഴിക്കുകയുള്ളൂ. കൊടുത്താലും കഴിക്കത്തില്ല. ഞങ്ങളുടെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി 9 മണിക്കാണ് ട്രെയിന്. ഞങ്ങളുടെ ട്രിപ്പ് എറണാകുളത്തേക്കാണ്. അതിനു മുമ്പ് ഇന്ന് ചേർത്തല ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട്. അവിടെ 3 പള്ളിയിലൊക്കെ പോയിട്ട് ആണ് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയുള്ള ട്രെയിൻ നോക്കുകയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഗായ്സ്, ട്രെയിൻ എടുത്തപ്പോൾ 9:20 ആയി. അൻസുമോള ട്രെയിനിൽ കയറിയ ഉടനെ ഉറക്കമൊക്കെ ആയി. ഞാൻ വളരെ ഹാപ്പിയാണ്. പള്ളിയിൽ പോവാമല്ലോ, മാതാവിൻ്റെ സന്നിധിയിൽ പോവാമല്ലോ, ആ ഒരു സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ ആലപ്പുഴയിൽ ആദ്യം വന്നത് കൃപാസന മാതാവിൻ്റെ ചർച്ചിലാണ്. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കല്ലൂർ ബസ് കയറണം. ലാസ്റ്റ് സ്റ്റോപ്പാണ് കല്ലൂർ ബസ്. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാൽ കൃപാസന ചർച്ചിലെത്താൻ പറ്റും. ഇതാണ് ലൊക്കേഷൻ. മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ വന്ന് പ്രാർത്ഥിച്ച ഏത് വിഷയവും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് അത്ര വിശ്വാസമാണ് കേട്ടോ കൃപാസന അമ്മയെ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് 5 വർഷമായി. അതുകൊണ്ട് എനിക്ക് ചർച്ചും പരിസരങ്ങളുമൊക്കെ വളരെയേറെ മാറ്റമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അടുത്ത ചർച്ചിൽ പോകാൻ വേണ്ടി ബസ് കയറി. ചേർത്തല തങ്കിപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. തങ്കിപ്പള്ളിയിൽ പോയി തങ്കിയപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. ഇവിടെ എത്താൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാവധാനം. ഗായ്സ്, ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് തങ്കിയപ്പനെയും കണ്ട് ട്രെയിൻ കയറി എറണാകുളത്തേക്ക്. മടുത്തു ഗൈസ്. നല്ല വെയിലായിരുന്നു പള്ളിയിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊക്കെ. മുഖമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കരുവാളിച്ചു. മടുത്തു.
3 പേരും കാണാട്ടോ.